പോലെ കരാട്ടെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സാഹചര്യങ്ങളിലാണ് ഒരാൾ പ്രതികരിക്കുന്നത്. അമൃത പ്രതികരിച്ച അമൃതയ്ക്കുണ്ടായ ഒരു സാഹചര്യത്തിലാണ് പ്രതികരിക്കേണ്ടി വന്നത്. ഇപ്പൊ വീട്ടില് വളരുന്ന ഇപ്പൊ ഞാൻ ഒരുപാട് രാത്രി സഞ്ചരിക്കുന്നതും രാത്രി 12 മണിക്ക് ശേഷം പോലും ഞാൻ ഡിന്നർ ആക്കുന്ന ഒരു കാറ്റഗറിയിലാണ്. ഒരുപാടുണ്ട്. ഇപ്പൊ എന്റെ രാത്രി കാലങ്ങളിൽ കണ്ടുമുട്ടാറുണ്ട്. രാത്രി കാലങ്ങളിൽ നമ്മൾ പുറത്ത് ആഹാരം കഴിക്കാൻ പോകുന്ന ഒരു ടീം തന്നെ ഉണ്ട് ഞങ്ങൾ. ഞാൻ ബാംഗ്ലൂരാണ്. എന്റെ ലൈഫിന്റെ കൂടുതൽ ഭാഗം ഞാൻ അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇവിടെ എറണാകുളത്തുണ്ട്. ഇപ്പൊ പൊതുവെ ഈ ബാംഗ്ലൂർ നഗരത്തിലൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള സൗഹൃദ സംഘമായിട്ട് പാതിരാ നേരത്തൊക്കെ ഇങ്ങനെ ഭക്ഷണശാലയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ബാംഗ്ലൂർ മാറിക്കഴിഞ്ഞല്ലോ, ഒരു അന്താരാഷ്ട്ര നഗരം പോലെയല്ലേ ബാംഗ്ലൂർ? എന്റെ അഭിപ്രായത്തിൽ ബാംഗ്ലൂരോ എറണാകുളമോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് അങ്ങനെ ഒരു കാറ്റഗറി എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂടെ വരുന്ന പെൺകുട്ടി ഞങ്ങളുടെ കൂടെ വരാൻ വില്ലിംഗ് ആണ്. നേരത്തെ മിസ്റ്റർ ഹരി പറഞ്ഞതുപോലെ സെൽഫ് കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനുള്ള വേർഷൻ ഉണ്ട്. രാത്രി ഇവിടെ 24 hours പ്രവർത്തിക്കുന്ന നൈറ്റ് കിച്ചൺസ് ഓപ്പൺ ആണ്. ഇപ്പോൾ മൾട്ടിപ്ലക്സ് പോലുള്ള തിയേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ 11 മണിക്കും 11:30ക്കും ഷോ തുടങ്ങുന്നുണ്ട്. ആ 11:30ക്കുള്ള ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുന്ന ഏകദേശം 1:30 1:45 കഴിയും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങാത്ത നമ്മുടെ ചാരിതയെ പോലെയുള്ള ആളുകളുണ്ടോ? ചാരിതയെ പോലുള്ളവർ ഉണ്ടാവാം. ഈ പറഞ്ഞതുപോലെ ചാരിത പറഞ്ഞു, ചാരിതയുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഞാൻ കുറച്ചു കാലം പുറത്തുണ്ടായിരുന്നോണ്ടായിരുന്നു. ഫാമിലി അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടന് ഇപ്പൊ ഒരു മോളുണ്ടായി, ചേട്ടന്റെ മകളെ 10 മണിയാവുമ്പോ ഒന്ന് ഫോൺ റീചാർജ് ചെയ്യണം, ഞാൻ പുറത്തേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒറ്റയ്ക്ക് വിടുവോ അതോ ചേട്ടൻ കൂടെ പോവോ? മോളുടെ വയസ്സ് എത്രയാണെന്ന് കൂടെ പറയണം. ഒരു എന്റെ പ്രായം തന്നെ ഒരു 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ഒറ്റയ്ക്ക് രാത്രി വിടുവോ ഇല്ലെങ്കിൽ ചേട്ടൻ കൂടെ പോവോ? ഒറ്റയ്ക്ക് ഒരച്ഛനും വിടില്ല. കാര്യങ്ങളെ കുറിച്ചാണ്. ബോയ്ഫ്രണ്ടിനെ വിളിച്ചു പറയും ഒന്ന് ഫോൺ റീചാർജ് ചെയ്ത് തരുമോ? അപ്പൊ അതാണ് ഞാൻ